അതേസമയം മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഈശ്വർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഹണി റോസ് സെൻട്രൽ സ്റ്റേഷനിലെത്തി പരാതി നൽകിയതിനു ശേഷം എന്തൊക്കെ നടപടികൾ ഉണ്ടായിട്ടുണ്ട്? ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടിയിരിക്കുന്നു രാഹുൽ ഈശ്വർ എന്ന് പറയുന്നു. അപ്പോൾ അറസ്റ്റ് ഭയക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ നീക്കങ്ങളാണ് നടക്കുന്നത്? രേണുക, ഹണി റോസ് ഈ പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം, നേരത്തെ രാവിലെ ആയിരുന്നു ഹണി റോസ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൈമാറിയത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഈ ബോബി ചെമ്മണ്ണൂർ തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പലരും തന്നെ വസ്ത്രത്തിനെതിരെയും അല്ലെങ്കിൽ തന്നെ വ്യക്തിപരമായ വലിയ രീതിയിൽ മോശമായിട്ടുള്ള പരാമർശം നടത്തുന്നുണ്ട്. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ വന്നിരുന്ന് തന്നെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നത്. താനും തന്റെ കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണ് എന്നായിരുന്നു ഹണി റോസ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. പോലീസ് ഈ പരാതി വിശദമായി പരിശോധിച്ച ശേഷം രാഹുൽ ഈശ്വറിനെതിരെയുള്ള കേസെടുക്കാനുള്ള ഒരു സാധ്യതയെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യവുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ബോബി ചെമ്മണ്ണൂരിനും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഹണി റോസ് പരാതി നൽകുകയും പിന്നീട് മണിക്കൂറുകൾക്കകം തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ അറസ്റ്റ് ഭയന്ന് തന്നെയായിരിക്കും രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യവുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ഹണി റോസ് പരാതി നൽകി എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് പിന്നാലെ രാഹുൽ ഈശ്വർ തന്നെ ന്യൂസ് 18നോട് അടക്കം പ്രതികരിച്ചിരുന്നു. താനൊരു അഭിഭാഷകനാണ്, അതുകൊണ്ട് താൻ തന്നെ ഇതിനെ കൃത്യമായി വാദിക്കും. താൻ പറഞ്ഞതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുണ്ടെങ്കിൽ വിചാരണ പോലും കൂടാതെ കോടതിയിൽ ഈ ശിക്ഷ വാങ്ങാൻ അല്ലെങ്കിൽ ജയിലിൽ പോകാൻ താൻ തയ്യാറാണെന്ന് കൂടി രാഹുൽ ഈശ്വർ പറയുകയും ചെയ്തിരുന്നു. നവമിയാണ് വിവരങ്ങൾ നൽകിയത്.